കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പി ചിദംബരം സാറിനോട് പാകിസ്ഥാനിൽ നോട്ടടിക്കുന്നുണ്ടല്ലോ സാറേ, നമ്മുടെ അതേ മഷിയും പേപ്പറും ഉപയോഗിച്ചിട്ട് നോട്ടുകൾ അടിക്കുന്നുണ്ട്, എന്നിട്ട് ആ നോട്ടുകൾ നമ്മുടെ രാജ്യത്തിലേക്ക് കടത്തിവിടുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും സാറേ എന്ന് ചോദിച്ചപ്പോൾ പി ചിദംബരം സാർ അന്ന് പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. With the international agencies, with the cooperation of international agencies, check at the source point, because Pakistan is procuring the same paper, same ink, same pen from the same source. So why not we have a check at that point itself, so that these currency notes are not printed by them and dumped into our country to destabilize our economy. These fake Indian currency notes are smuggled into India from across the border, and I think that statement tells you more than what I should be saying publicly. Now this is, in my view and in my assessment, an organized activity with some kind of state support. Now therefore, all that we can do is to stop the entry of currency notes into India and to stop the circulation of currency notes. Now, how do I go to the source of this currency note when it is manufactured across the border with state support? So I think there are serious issues there in answering the question of honorable member. I'm aware of it, government is aware of it. നല്ല കലക്കൻ മന്ത്രിയല്ലേ, മറ്റ് രാജ്യങ്ങളിൽ നോട്ടടിക്കുന്നു, അതിനിപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ ഒക്കും? അവരവിടെ നോട്ടടിക്കുന്നു, അത് മറ്റു രാജ്യത്തിൻ്റെ കാര്യമല്ലേ, നമുക്ക് അവിടെ പോയിട്ട് വല്ലതും ചെയ്യാൻ ഒക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരവിടെ പ്രിൻ്റ് അടിക്കും, ചിലപ്പോൾ രാജ്യത്തിലോട്ട് കടത്തിയെന്നൊക്കെ ഇരിക്കും, നമുക്കതൊന്നും തടയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സാറ് തടയാൻ പറ്റുമല്ലായിരിക്കും, പക്ഷേ നരേന്ദ്രമോദിക്ക് തടയാൻ സാധിക്കും. അത് നല്ല കറക്റ്റായിട്ട് തടയുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണ് സാർ. അതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ് സാർ. എവിടെ ധ്രുവറാത്തയൊക്കെയാണ് പറഞ്ഞത്, അതിനെ ഏറ്റുപിടിക്കാൻ വേറെ കുറേ ആൾക്കാരും ഉണ്ട്. ദുരന്തർ മൊത്തം തെറ്റാണ് സാർ, അതെല്ലാം പ്രൊപ്പഗണ്ടയാണ്, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ നടന്നിട്ടില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ചിദംബരം സാർ തന്നെ പറഞ്ഞത് കേട്ടല്ലോ, അതായത് പാകിസ്ഥാനിൽ നോട്ടടിക്കുന്നുണ്ട്, ഇന്ത്യയിലോട്ട് കടത്തുന്നുമുണ്ട്. ഇനി എന്താ പറയാനായിട്ടുള്ളത്? ഇതുപോലെ തന്നെ നമുക്കൊരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയൊരു സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തല ഇറങ്ങി തലയും കുത്തി താഴെ വീണു. അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആണുങ്ങൾ കേന്ദ്രം ഭരിക്കുന്നത്. ആരൊക്കെ സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി.